നമസ്കാരം. 10 വർഷം കൊണ്ട് പൊതിച്ചോറുകൊണ്ട് മാളത്തിൽ ഉറങ്ങിയിരുന്ന ഒരു കലാരൂപം പുറത്തിറങ്ങിയിട്ടുണ്ട്. പോലീസിനെ ഇറക്കി SF ഉണ്ടാക്കി കളയാന്നുള്ള ധാരണയിൽ ചില ഏമാന്മാർ ഈ AJS ഓഫീസിനകത്തുണ്ട്. ഉണ്ടാക്കി കളയാമെന്നാരും വിചാരിക്കേണ്ടെന്ന് മാത്രം പറഞ്ഞു ഡയലോഗ് ഒതുക്കരുത് സഖാവേ. കക്കൂസ് കഴുകാൻ പോലീസിനോട് ആജ്ഞാപിച്ച ഷഡ്ഷോയുടെ അനുയായികളാണ് നിങ്ങൾ. ആ നിലവാരം നിങ്ങൾ കീപ്പ് ചെയ്യണം. ആ പാരമ്പര്യം നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. യുവർ ദാൽ വിൽ നോട്ട് കുക്ക് ഹിയർ എന്ന ഒരൊറ്റ വിവരദോഷത്തിൽ, മൊത്തം തെറ്റാണല്ലോ, ഭീഷണിയിൽ ആരിഫ് മുഹമ്മദ് ഖാനെ വിറപ്പിച്ച നമ്മുടെ ചരിത്രം നമുക്ക് നാട്ടുകാരെ ഓർമ്മപ്പെടുത്തണം. 10 വർഷം കൊണ്ട് ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്ന യുദ്ധമുറകളെല്ലാം പയറ്റണം സഖാവേ, പയറ്റണം. ഏത് പോലീസല്ല പട്ടാളം വന്നാലും SFI ഇതിനകത്ത് മാർച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ ഇവിടെ ഇരുന്ന് അവസാനിപ്പിക്കും. പോലീസിനെയൊക്കെ ഇറക്കി കളിച്ചിരുന്ന രീതി നിങ്ങളുടെ കത്തിക്കരിഞ്ഞ സൂര്യൻ്റെതല്ലേ? അല്ല, ഇത്ര നാളും പോലീസുകാർക്ക് കുറ്റമൊന്നും ഇല്ലായിരുന്നല്ലോ സഖാവേ. 10 കൊല്ലം പുതച്ചു മൂടി ഉറങ്ങിയിരുന്ന അടിമകൾ ഇപ്പോൾ ഉണർന്നിട്ടുണ്ട്. ഇനി എന്തൊക്കെ നടക്കുമെന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. കലാപരിപാടികൾ തുടങ്ങിയ സ്ഥിതിക്ക് പോലീസുകാർ ലാത്തിയും ജലപീരങ്കിയും ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചോ. അതിനൊക്കെ ഇനി പണിയോട് പണിയായിരിക്കും. അതാണ് SFIയുടെ പാരമ്പര്യം, അതാണ് SFIയുടെ ചരിത്രം. ചരിത്രം പഠിപ്പിക്കുന്ന ചേട്ടാ, SFI എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അല്ലേ? അങ്ങനെയല്ലേ? ഇന്ത്യയിൽ വേറെ എവിടെ ഇല്ല എങ്കിലും കേരളം ഇന്ത്യയുടെ ഭാഗമായതുകൊണ്ട് പേരിലൊന്നും തെറ്റില്ല. ഞാൻ ചോദിക്കാൻ വന്നത്, ചേട്ടൻ എന്ത് പഠിക്കുന്ന സ്റ്റുഡൻറ്റാ? ഒരേ ക്ലാസ്സിൽ തന്നെ ഇരുന്ന് മനസ്സിരുത്തി പതുക്കെ സമയമെടുത്ത് പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആയിരിക്കും അല്ലേ? കൊള്ളാം. കണ്ടിന്യൂ. ചില പോലീസുകാർക്ക് ഹാലിളകി കണ്ണി കണ്ടവരെയൊക്കെ അറഞ്ചം പുറഞ്ചം ഹെൽമെറ്റും ചെടിച്ചട്ടിയും കൊണ്ട് അടിച്ച് കോഴിക്കോടൻ ഹൽവ പരുവത്തിലാക്കിയപ്പോൾ ഈ ഉത്സാഹമൊന്നും നമ്മൾ കണ്ടില്ലല്ലോ പുള്ളേ. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നടന്ന പല കാര്യങ്ങളും ഞാൻ പോലീസുകാരെ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എല്ലാ പോലീസുകാർക്കും നല്ല നിഗമനം ഉണ്ടാവുമല്ലോ, നല്ല ധാരണ ഉണ്ടായിരിക്കുമല്ലോ എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. പുള്ളിയുടെ വിദ്യാഭ്യാസക്കുറവ് കൊണ്ട് കിട്ടിയ വാക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാ. പോട്ടെ, നിഗമനം എന്ന വാക്കല്ലേ ഉപയോഗിച്ചുള്ളൂ. ഇവരുടെ മാതൃകാ പുരുഷനായ ശിവൻകുട്ടിയണ്ണനായിരുന്നു എങ്കിൽ നിഗമനത്തിന് പകരം മിനിമം കോന്നിവനം എന്നെങ്കിലും അലക്കിയനെ. ബാക്കി പണം സഖാവേ. ഈ സമരത്തിന്റെ അധ്യക്ഷനായിട്ട് SFIയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ടുള്ള സഖാവ് വിജയ വിമലിനെ സ്വാഗതം ചെയ്തു. മീശയും താടിയും വെച്ച അടുത്ത സ്റ്റുഡന്റ് നടന്നു വരൂ. പ്രിയമുള്ള വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, സഖാക്കളെ, അത് ശരി, അവിടെ ചുറ്റും കൂടി നിൽക്കുന്നതൊക്കെ വിദ്യാർത്ഥിനികളാണല്ലേ? പറഞ്ഞത് നന്നായി. തുടങ്ങിക്കോ. 1 2 3. ഞങ്ങൾ ക്ലാസ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മെഡിക്കൽ കോളേജുകളിൽ വിദ്യാർത്ഥികൾ ക്ലാസ്സുകളിൽ വന്നില്ല. ഒന്നും പരിഷ്കരിക്കാൻ നമുക്കറിയില്ലല്ലോ, എല്ലാം ബഹിഷ്കരിച്ചല്ലേ ശീലം. അല്ല, ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളെ കുറിച്ചും മെഡിക്കൽ വിദ്യാർത്ഥികളെ കുറിച്ചും ഒക്കെ അപ്പൊ സഖാക്കൾക്ക് അറിയാം അല്ലേ? സിദ്ധാർത്ഥൻ എന്നൊരു പേര് ഓർമ്മയുണ്ടോ ആവോ? അറിയാൻ വഴിയില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം നമ്മുടെ കൊടി പൊങ്ങാറില്ലല്ലോ. അവരുടെ കഷ്ടപ്പാട് രാവന്തിയോളം പകലും രാത്രിയുമില്ലാതെ മണിക്കൂറുകൾ ഇരുന്നു പഠിച്ച്, സോറി എണ്ണ ഇടയ്ക്ക് ഇടപെട്ടതിന്, നല്ല ഫ്ലോയിൽ പ്രസംഗിച്ച് വരുമായിരുന്നു എന്നറിയാല്ലേ. പിന്നെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ശീലം ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഇടയ്ക്കൊരു മിസ്റ്റേക്ക് വന്നു. രാവന്തിയോളം എന്നല്ല പ്രയോഗം, പകലന്തിയോളം. അതായത് പകൽ മുതൽ അന്തിയാകുന്നത് വരെ, സന്ധ്യയാകുന്നത് വരെ, രാത്രിയാകുന്നത് വരെ, അങ്ങനെയാണ്. രാവ് എന്നാൽ രാത്രി എന്നാണ് അർത്ഥം. അപ്പോൾ രാവന്തി എന്ന് വെച്ചാൽ രാത്രി മുതൽ സന്ധ്യ വരെ എന്നാണ്. അത് തെറ്റാ സഖാവേ കേട്ടോ. തള്ളുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് തള്ളൂ. മാതൃകയാക്കാൻ ചുറ്റും കൂടി നിൽക്കുന്ന മഞ്ചാടി കുഞ്ഞുങ്ങൾ ഇതൊക്കെ കേട്ടല്ലേ നാളെ ഛർദ്ദിക്കേണ്ടത്. ബാക്കി പാടിക്കോ. ഇല്ലാത്ത പണം ചെലവഴിച്ച് നീറ്റിന് പറഞ്ഞയച്ച വിദ്യാർത്ഥികളുടെ ഭാവി ഇന്നത്തോടുകൂടി അറബിക്കടലിൽ വലിച്ചെറിഞ്ഞിരിക്കുന്നു കേന്ദ്ര സർക്കാർ. രോമാഞ്ച ഉച്ചി കയറി കുച്ചിപ്പൊടി കളിക്കുന്നു. ഭാവി സ്വപ്നം കണ്ടുകൊണ്ട് കഷ്ടപ്പെട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ടൊക്കെ എന്നു മുതൽ ആ സഖാവെ നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയത്? തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം പഠിപ്പ് മുടക്കുമ്പോൾ കുട്ടികളുടെ ഭാവിയെ അത് ബാധിക്കില്ല അല്ലേ? പഠിപ്പ് മുടക്ക് കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന ഒന്നല്ല. ഈ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഏതു പരീക്ഷയിലും ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഒരു കാര്യം ചെയ്യാം, കേന്ദ്ര സർക്കാർ നടത്തുന്ന സകല പരീക്ഷകളും കേരള സർക്കാർ അങ്ങ് ഏറ്റെടുത്തേക്കാം. എന്താ, അത് മതിയോ?
സഖാവെ എല്ലാം നിങ്ങളുടെ തീരുമാനം പോലെ ഇഷ്ടം പോലെ, മനസ്സിലായില്ലേ? ഓ, പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ സർക്കാർ ഏറ്റെടുത്താലും നിങ്ങൾ സമ്മതിക്കാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ പ്രതിപക്ഷത്തിന് കൊടുക്കാം. കേന്ദ്ര സർക്കാർ നടത്തുന്ന പരീക്ഷകളുടെ എല്ലാം നിയന്ത്രണം ഇന്ത്യയിലൊട്ടാകെ ഓടി നടന്ന് നിങ്ങൾ നിയന്ത്രിച്ചാൽ മതി. ഇനി സകല പരീക്ഷകളും നിങ്ങളങ്ങ് നിയന്ത്രിച്ചാൽ മതി. എന്താ, സമ്മതിച്ചോ? അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആവർത്തിക്കുന്നു, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടണം. അത്രേ ഉള്ളു പരിഹാരം. പിരിച്ചു വിട്ടേ പറ്റൂ. എന്നിട്ട് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് കേരള ഇനി മുതൽ ഒരു ടെസ്റ്റിംഗ് ഏജൻസിയായി പ്രവർത്തിക്കുന്നതായിരിക്കും. അതാവുമ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സുതാര്യമായിരിക്കും, കാര്യക്ഷമമായിരിക്കും. വിദ്യാർത്ഥി ഹിതം അറിഞ്ഞുള്ള പ്രവർത്തനങ്ങളായിരിക്കുമല്ലോ. കഷ്ടപ്പെട്ട് ഒരു ജോലി കിട്ടാൻ വേണ്ടി പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മനസ്സറിഞ്ഞുള്ള തീരുമാനങ്ങളായിരിക്കുമല്ലോ നിങ്ങൾ നടപ്പിലാക്കുക. ഒരു നേരം പോലും അവരുടെ പഠിപ്പ് മുടക്കരുത് എന്ന് ചിന്തിക്കുന്ന മനസ്സുള്ളത് കൊണ്ട് പരീക്ഷകൾ കൃത്യമായി കൃത്യസമയത്ത് നടത്തുന്ന കാര്യത്തിലും ടെൻഷൻ വേണ്ട. അല്ല സഖാക്കളെ, അലറൽ സമരം ഒതുക്കാൻ പോലീസ് നല്ല രീതിയിൽ വിയർത്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. എല്ലാവർക്കും ആകെ ഒരു ക്ഷീണം. ഏതായാലും തൽക്കാലം നല്ല പോഷകാഹാരമൊക്കെ കഴിച്ച് പോഷക സംഘടന പോയി വിശ്രമിക്കുക. കേന്ദ്ര സർക്കാർ നടത്തുന്ന പരീക്ഷകളെ പറ്റിയും അവരുടെ ഏജൻസികളെ പറ്റിയൊക്കെ വേണ്ട തീരുമാനങ്ങൾ അവർ കൈക്കൊണ്ടോളൂ. നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. ചെല്ലേ.